ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വണ്ടിയുടെ ചെറിയൊരു പണിയുണ്ട്. ആ പണി എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള പണി തന്നെയാണ്. കാരണം നമ്മളെ വണ്ടിക്ക് ഇപ്പം ചെറിയ ചെറിയ പോട്ടുകളിലൊക്കെ കുഴികളിലൊക്കെ ചാടുമ്പം സസ്പെൻഷൻ്റെ അകത്തുനിന്നൊരു സൗണ്ട് വരുന്നുണ്ട്, ഒരു ക്ലിക്ക് ക്ലിക്ക് എന്ന് പറഞ്ഞ ഒരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് കാലമായി നമ്മളെ വണ്ടിക്ക് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ട്, അപ്പം അതൊന്ന് നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പം ഫ്രണ്ടിലെ സസ്പെൻഷൻ മൊത്തം അഴിക്കണം. നമുക്ക് അഴിച്ചിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, എന്തെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. ജസ്റ്റ് നമ്മൾ അഴിച്ചു വെക്കണം. അപ്പോൾ അവർ പണി തുടങ്ങുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവർ ഫോർക്ക് അഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഷോയുടെ സസ്പെൻഷനാണ്, ഷോയുടെ ഫോർക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പറയുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് അതിൻ്റെ അകത്തുള്ള സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അയച്ചാലും അത് നമ്മൾ ഓപ്പണാക്കി നോക്കിയാലും അത് എങ്ങനെയാണ്, അത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് തിരിച്ച് അതുപോലെ വെക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല, നോക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് മാറ്റി വെക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ടാസ്ക് പിടിച്ച കാര്യം. കാരണം സസ്പെൻഷൻ എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഏതായാലും നോക്കാം എന്താവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് സസ്പെൻഷൻ മൊത്തത്തിൽ അയക്കാൻ പോവാണ്. അപ്പം അതിന് മുമ്പ് ഇതിന് മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിന് സ്പെഷ്യൽ ടൂളുകളുണ്ട്. ആ ടൂൾ വെച്ച് വേണം അത് അയക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പണിയാവും. ഇതിൻ്റെ പ്രീവിയസ് ഓണർ ഇത് ഒരിക്കൽ അയച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഈ മാർക്കിംഗ് ഒക്കെ കാണുന്നുണ്ട്, അയച്ചതിൻ്റെ മാർക്കിംഗ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവരെടുത്ത് ഇതിൻ്റെ എല്ലാ ടൂളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് വലിയ സീനില്ല. നോക്കാം ഏതായാലും അയച്ചിട്ട് അതിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ എൻ്റെ ഒരു വണ്ടിയുടെ ഈ ഒരു സംഭവം ഇത് സംഭവം മറ്റേ കംപ്രഷനും ടെൻഷനും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ അടിയിലാണ് ഒരു എന്തോ ഒരു സാധനം വരുന്നുണ്ട്, ഒരു റോഡ് പോലത്തെ ഒരു സംഭവം. അപ്പോൾ അത് എൻ്റെ ഒരു വർക്കാവുന്നില്ല. അത് സ്ക്രൂ തിരിക്കുന്നതനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ തിരികാന്നല്ലാണ്ട് വർക്കാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ഒരു ക്ലിക്ക് ക്ലിക്ക് സൗണ്ട് വരുന്നതെന്നാണ് ഇപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോക്കാം, അത് മാറ്റാനാണെന്നുണ്ടെങ്കിൽ അത് എന്താവുമെന്ന് അറിയില്ല. കാരണം അത് മാറ്റാൻ പറ്റും, അത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പണി പാടും. കാരണം അതിൻ്റെ പാർട്സ് വരിക ഇപ്പം ജപ്പാനിലൊക്കെ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര സീനാണ്. നോക്കട്ടെ. അപ്പോൾ അവർ മൊത്തത്തിൽ രണ്ട് ഫോർക്കിൻ്റെയും സംഭവങ്ങൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കുറേ മൈന്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു സൂക്ഷ്മതയോട് കൂടി സാധനം എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നീല സംഭവം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് നമ്മൾ കുലുക്കി നോക്കുമ്പോഴേ ചെറുതായിട്ട് ഇങ്ങനെ കുലുക്കി നോക്കുമ്പോൾ ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട് അതിൻ്റെ അകത്തുനിന്ന്.
എനിക്കൊന്ന് അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കേടായതായിരിക്കും. അപ്പോൾ നമ്മൾ അയക്കാൻ നോക്കി, ഓപ്പൺ ആക്കാൻ നോക്കി, പക്ഷേ പറ്റുന്നില്ല. അത് ഇവർ പറയുന്നത് ഇപ്പം അത് യൂണിറ്റ് മൊത്തത്തിൽ ഒരു യൂണിറ്റ് വരുന്നുണ്ട്, അത് മാറ്റേണ്ടി വരുന്നതായി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പം തലേ ദിവസം നമ്മൾ ഇന്ന് കഴിഞ്ഞ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് ആ പാർട്സ് ഈ ഒരു കാണുന്നുണ്ടല്ലോ, പാർട്സ് എത്തിയിട്ടുണ്ട്. പാർട്സ് ഓപ്പൺ ആക്കുകയാണ്. ഇപ്പം നമ്മളിത് കൊണ്ടുവന്നത് മുംബൈയിലൊരു വണ്ടിയുടെ അതേപോലെ ഉണ്ടായിരുന്നു. അപ്പം മുംബൈയിൽ നമ്മളുടെ ഈ ഒരു മെക്കാനിക്ക് പുള്ളിക്ക് അവിടെ പരിചയമുള്ളതുകൊണ്ട് പുള്ളി അവിടെ ചോദിച്ചു. അപ്പോൾ സാധനം റെഡി അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പാർസൽ വിത്തിൻ 1 ഡേ അവിടെ നിന്ന് അങ്ങോട്ട് സാധനം എത്തി. അപ്പോൾ ഇതാ പുള്ളി എല്ലാം ഓപ്പൺ ആക്കി സെറ്റാക്കാൻ പോവാണ്. ഏകദേശം ഇതിൻ്റെ വില ഞാൻ പറഞ്ഞു തരാം, അത് ലാസ്റ്റിൽ ഞാൻ പറയാം. നല്ലൊരു എമൗണ്ട് പൊട്ടിയിട്ടുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റിൽ അതിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ആ സംഭവം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു യൂണിറ്റ് ആയിട്ടാണ് അത് വരുന്നത്, ഒറ്റൊരു കോമ്പൗണ്ടാണ്. അപ്പം അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഈ കാണുന്ന സാധനത്തിൻ്റെ അകത്ത് തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊരു ഇതായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടിയത് 2 പെയർ, അതായത് ഒരു പെയറായിട്ട് മൊത്തം 2 പാർട്സായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് അവർ സിംഗിളായിട്ട് കൊടുക്കത്തില്ല. നമ്മൾക്ക് ഒരു ഭാഗത്തുള്ളതിന് മാത്രമേ കംപ്ലൈൻ്റ് ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചാൽ പിന്നെ 2 അങ്ങ് മാറ്റിയേക്കാൻ വെച്ചു. കാരണം അവരത് ഒന്നായിട്ട് തരുന്നില്ല എന്നും പറഞ്ഞു, പെയറായിട്ടേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ റിസ്ക് എടുത്തില്ല. അതങ്ങനെ അതൊരു രണ്ടാമതും റീബിൽഡ് ചെയ്യുന്ന പണിയിലാണ്. ഇപ്പോൾ എന്തായാലും ഇത് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാണുന്ന നമ്മളുടെ ഹാഫീസ് ബ്രോ ആണ്. ഹാഫീസ് ബ്രോനെ നമ്മളെ ബാംഗ്ലൂരിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. കാരണം ഒരു ഡ്രാഗ് മീറ്റ് നടക്കുന്ന സമയത്ത് ഡോക്ടർ ബുസ എന്നാണ് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ID വരുന്നത്. അപ്പോൾ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. പുള്ളി ഡ്രാഗ് മീറ്റിലൊക്കെ പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഈ ഡിസംബർ ലാസ്റ്റ് വീക്കിൽ ഒരു ഇതുണ്ടായിരുന്നു. അതിൽ പുള്ളിയുടെ വണ്ടിയുടെ എന്തോ ഒരു ട്യൂണിങ് എന്തോ ചെയ്തതിൽ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയിപ്പോയി ഡ്രാഗ് മീറ്റ് നടക്കുന്ന ആ സമയത്ത്. അതുകൊണ്ട് മൊത്തത്തിൽ പണി പാളിപ്പോയി. അപ്പോൾ ഏതായാലും ഇവരിതാ പണിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ടൂളും കറക്റ്റ് ടൂൾ എല്ലാതും ഉണ്ട്. അതുകൊണ്ട് പേടിക്കാനില്ല. അപ്പോൾ വെറുതെ ഇട്ടിട്ട് ചിലരുണ്ട് ഒരു വണ്ടി കൊടുത്താൽ ആ വണ്ടിയിൽ ഇരുന്നങ്ങ് പഠിക്കും. ഇവരങ്ങനെയല്ല. ഇവർ ഓൾറെഡി ഇവരെ വണ്ടി തന്നെ, പുള്ളിയുടെ കയ്യിൽ ഒരു 10R ഉണ്ട്, ഒരു ബൂസ ഉണ്ട്. പിന്നെ അധികം പുള്ളി എന്ന് പറയുന്നത് സുസുക്കിയിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പം സുസുക്കി ഇവിടുത്തെ പുള്ളി വർക്ക് ചെയ്ത സുസുക്കിയിൽ എന്തോ ഇഷ്യൂ ഉണ്ടായിട്ട് പുള്ളി അവിടെ നിന്ന് പോകുന്നത്. പുള്ളി സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ അടുത്ത് വണ്ടി കൊടുക്കുന്നതിൽ നമുക്ക് പേടിയൊന്നുമില്ല. കാരണം പുള്ളി ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തിട്ട് നമുക്ക് തരുള്ളൂ. അത് കാരണം ഇതിൻ്റെ വീക്ഷോമുള്ള സമയത്താണ് എനിക്ക് പുള്ളിയെ നേരിട്ട് അറിയാവുന്നതാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് പേര്, എനിക്ക് തോന്നുന്ന ബൂസുള്ള ഒരുപാട് പേർക്ക് അറിയാൻ പറ്റുമായിരിക്കും പുള്ളിനെ. ഡോക്ടർ ബൂസ എന്നാണ് പേരല്ല, ഡോക്ടർ ബൂസ എന്നാണ് പുള്ളിനെ അതേ പറഞ്ഞത്. ഹാഫീസ് ബ്രോ എന്നാണ് നമ്മളെല്ലാവരും വിളിക്കുന്നത്.
സോ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മളുടെ ഫോർക്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ മിനുക്കു പണികളാണ്. അതും കൂടെ കഴിഞ്ഞാൽ വണ്ടിയിലോട്ട് കയറ്റാൻ പോവാണ് നമ്മളുടെ ഫോർക്ക്. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ വണ്ടിക്ക് ശരിക്കും മൊത്തത്തിൽ ആ ഒരു യൂണിറ്റ് മൊത്തം മാറ്റേണ്ടതായിട്ടുള്ള അവസ്ഥ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളുടെ ആ ഒരു നീല സംഭവം കളർ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് നമുക്ക് റിപ്പയർ ചെയ്യാൻ നോക്കി, പക്ഷെ അത് അയച്ചിട്ടും ഓപ്പൺ ആക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചാൽ അതിന് ഓപ്പണായി അത് റീഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പണി പാളി പോകും. അപ്പോൾ അങ്ങനെ ഇവരെ കെയർ ഓഫിൽ നമ്മൾ മുംബൈയിൽ വിളിച്ചു നോക്കി. അപ്പോൾ അങ്ങനെ മുംബൈയിൽ ഈ സംഭവം അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ഏകദേശം അല്ല 30,000 രൂപ. ആ ഒരു ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടാലും ബോക്സ് പൊളിച്ചിട്ടുള്ളത് 30,000 രൂപയായി ആ ഒരു സാധനത്തിന് മാത്രം. പിന്നെ അതിൻ്റെ ഫോർക്ക്, ഓയിൽ, പിന്നെ ഇവരുടെ ചാർജ് എല്ലാം കൂടെ ഏകദേശം 40,000 റുപ്പീസ് ആയി ഗൈസ്. അപ്പം ഒരു വണ്ടി ഇങ്ങനെയൊക്കെ പണി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഞാനത് വണ്ടി എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് അത്ര മൈൻഡ് ചെയ്തില്ല, കാരണം അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വിചാരിച്ചു പിന്നെ അതങ്ങ് മാറ്റിയേക്കാന്ന് ചോദിച്ചാൽ അന്നേരമാണ് ഇതിങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടത്. അപ്പോൾ ഏതായാലും വണ്ടിയുടെ പണിയെല്ലാം ഫോർക്കും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് അവർ. അപ്പോൾ അതങ്ങനെ ടയറെല്ലാം ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക് പാഡ് മാറിയിട്ടുണ്ട്. അത് ഏകദേശം ഞാൻ EBCയുടെ ബ്രേക്ക് പാഡ് ഇട്ട്, കാരണം ഞാൻ ബ്രംബോ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പം നിക്കർ കീറിയിരിക്കുന്ന സമയം, അതുകൊണ്ട് പിന്നെ EBCയിലോട്ട് പോയി. EBCയും കുഴപ്പമൊന്നുമില്ല, നല്ല ബ്രേക്ക് പാഡൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനൊരു രണ്ട് പെയർ വേണം. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 6,000 രൂപ അതിനായി. പിന്നെ ഓയിൽ മാറ്റിയിട്ടുണ്ട്, ഓയിൽ ഫിൽറ്റർ അതെല്ലാം കൂടെ ഒരു 5,000 ആയി. ആകെ മൊത്തം സീനാണ് ഗൈസ്. അറൗണ്ട് 50,000 റുപ്പീസിൻ്റെ അടുത്താണ് ഒരൊറ്റ ഇതിനങ്ങ് പോയി കിട്ടിയത്. അപ്പോൾ ഏതായാലും ഓയിൽ മാറ്റാനുണ്ടായിരുന്നു. ഓയിൽ ഫിൽറ്ററൊക്കെ മാറ്റാറായിട്ടുണ്ടായിരുന്നു. എയർ ഫിൽറ്ററൊക്കെ ഓൾറെഡി നമ്മൾ പണ്ട് മറ്റേ എയർ ഫിൽറ്റർ ABC അല്ലല്ലോ, എന്തോ ഒരു എയർ ഫിൽറ്റർ, അതിൻ്റെ പേരൊക്കെ മറന്നുപോയി. ആ ഫിൽറ്റർ ഉണ്ട്, യൂസ് ചെയ്തിടാൻ പറ്റുന്ന ഫിൽറ്ററാണ്. അപ്പോൾ ഏതായാലും ടയറൊക്കെ ഫിറ്റ് ചെയ്ത് സാധനം സെറ്റാക്കാൻ പോവാണ്. നോക്കാം നമുക്കിനി വണ്ടി എങ്ങനെയുണ്ട്, വണ്ടിയുടെ സ്റ്റെബിലിറ്റിയും ആ ഒരു സൗണ്ടും ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് വണ്ടി ഓടിച്ചിട്ടൊന്ന് സെറ്റാക്കി നോക്കണം. നോക്കാം നമുക്ക് എന്താവുന്നുള്ളത് അറിയില്ല. നമുക്ക് നന്നായി കിട്ടണം, ഇല്ലെങ്കിൽ പണി പാടും. കാരണം ഇത്രയും പൈസ മുടക്കിയിട്ട് നമുക്കിത് നന്നായിട്ടില്ലെങ്കിൽ ആകെ എന്താ പറയുക, ഒന്നും പറയാനില്ല, പൈസ പോയി എന്ന് പറഞ്ഞാൽ പോരെ, നന്നായി ഇല്ലെങ്കിലില്ല. അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ 100% ഓക്കെയാണ്. കാരണം സസ്പെൻഷനും കാര്യമൊക്കെ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ പുറത്താണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ വണ്ടിയുടെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞ് കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി പുറത്തെടുത്ത് വണ്ടി ഒന്ന് ഫ്രഷ് അടിക്കണം. അപ്പോൾ നമ്മൾ ആശാനൊന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആശാൻ ജസ്റ്റ് പുറത്തൊന്ന് പോയതായിരുന്നു. അപ്പോൾ ആശാൻ വന്നതിന് ശേഷം ടെസ്റ്റ് റൈഡ് അടിച്ചിട്ട് നോക്കാം. ആശാൻ എത്തിയിട്ടുണ്ട്. അപ്പം അത്രയൊക്കെയുള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.